എന്റെ വാതിൽ തുറന്നു കൊടുത്താൽ സാത്താൻ എന്നിൽ കയറും. എന്റെ കുടുംബത്തിന്റെ വാതിൽ സാത്താൻ എന്തെങ്കിലും ഒരു അവകാശം പറയാനുള്ള ഒരു കാര്യം എന്റെ കുടുംബത്തിൽ ഉണ്ടാക്കി കൊടുത്താൽ സാത്താൻ തീർച്ചയായിട്ടും അവിടെ നുഴഞ്ഞു കയറിയിരിക്കും. എന്റെ സഭയിലേക്ക് ഏതെങ്കിലും നിലയിൽ പിശാചിന് കടന്നു കയറാനുള്ള ഒരു അനുവാദം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഇൻഫ്ലുവൻസ്ഡായി കഴിഞ്ഞാൽ സാത്താൻ അവിടെ നുഴഞ്ഞു കയറും. അതുകൊണ്ടാണ് സഭയുടെ ശുദ്ധീകരണം അത്യാവശ്യമായിരിക്കുന്നത്. നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം, വ്യക്തിപരമായി നമ്മുടെ ശുദ്ധീകരണമൊക്കെ ശരിയായിട്ടൊക്കെ നമ്മൾ നോക്കാനൊക്കെ പരിശ്രമിക്കും. പക്ഷെ സഭയിൽ അത് നമുക്ക് എങ്ങനെ പറ്റത്തില്ല. നമുക്കിപ്പോ സഭയിൽ ശുദ്ധീകരിക്കാനായിട്ട് ഇപ്പം സഭയിൽ വരുന്ന 140 പേരുണ്ടെങ്കിൽ 140 പേരെയും അടിച്ച് ശുദ്ധീകരിക്കാനൊന്നും എനിക്ക് പലപ്പോഴും എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. പക്ഷെ എനിക്ക് കഴിയുന്നൊരു കാര്യമുണ്ട്, ആത്മാവിന്റെ ലോകത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാത്താനെ എന്റെ സഭയിൽ കിടക്കാതെ ബന്ധിക്കുവാൻ കഴിയും. അങ്ങനെ ബന്ധിക്കണം. എന്റെ കുടുംബത്തിലേക്ക് സാത്താൻ കയറാതെ കോട്ട കെട്ടി എന്താണ് സൂക്ഷിക്കേണ്ടത് ആരുടെ ചുമതലയാണ്? എന്റെ ചുമതലയാണ്. എന്നിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ സഭയിലേക്ക് പിശാച് കയറാൻ പാടില്ല. അവിടെയാണ് ബന്ധനം അഴിക്കേണ്ടത്. അവിടെയാണ് നമ്മൾ ഇന്റർസെഷനിലൂടെ, അതിനുള്ള മാർഗമാണ് വാസ്തവത്തിൽ എന്ത് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മൾ അവൻ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിടിച്ച് പുറത്ത് തള്ളിക്കളയേണ്ടത് അത്യാവശ്യമാണ്. യെശയ്യാപ്രവചനം 59 അധ്യായം 19 വാക്യം ഒന്ന് വായിക്കാം. അങ്ങനെ അവർ പടിഞ്ഞാറ് യഹോവയുടെ നാമത്തെയും കിഴക്ക് അവന്റെ മഹത്വത്തെയും ഭയപ്പെടും. കെട്ടി നിന്നതും യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായ ഒരു നദി പോലെ അവൻ വരും. നോക്കുക, അതിനോട് ചേർന്ന് 54 അധ്യായത്തിന്റെ 17 വാക്യം കൂടെ വായിക്കാം. നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന ഒരു ആയുധവും ഫലിക്കയില്ല. നോക്കുക, ഒരു വലിയ ഒരു വെള്ളപ്പൊക്കം നമുക്ക് എതിരായിട്ട് ഒരു പക്ഷെ ഉണ്ടായേക്കാം. യെശയ്യാ 59 നമ്മളവിടെ പറയുന്ന ആ ഭാഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വാക്യമാണ് 19, 18 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ, അവരുടെ ക്രിയകൾക്ക് തക്കവണ്ണം പകരം ചെയ്യും, തന്റെ വൈരികൾക്ക് ക്രോധവും അവന്റെ ശത്രുക്കൾക്ക് പ്രതികാരവും തന്നെ, ദ്വീപവാസികളോട് അവൻ പ്രതിക്രിയ ചെയ്യും. അങ്ങനെ അവൻ പടിഞ്ഞാറ് യഹോവയുടെ നാമത്തെയും കിഴക്ക് അവന്റെ മഹത്വത്തെയും ഭയപ്പെടും. കെട്ടി നിൽക്കുന്നതും യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായ ഒരു നദി പോലെ അവൻ വരും. സിയോനും യാക്കോബിന്റെ അതിക്രമം വിട്ടുതിരിഞ്ഞവർക്കും വീണ്ടെടുപ്പുകാരനായി വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. നോക്കുക, ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം നമുക്ക് ഒരു കോട്ട പോലെ മതിൽ കെട്ടി നിർത്തിയിരിക്കുകയാണ്. നമുക്കെതിരെ ഒരു കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഈവൻ സപ്പോസ് ഇറ്റ് ഈസ് എ ഫ്ലോ ഓഫ് വാട്ടേഴ്സ്, എന്ത് കാര്യങ്ങളുമായിട്ട് ഒരുപക്ഷെ ദൈവം തന്നെ വരുത്തുന്നതായിരിക്കാം, എങ്കിലും അതിനകത്ത് നമുക്ക് സംരക്ഷണം. ഇപ്പൊ എത്ര നദി വന്നാലും എത്ര വെള്ളപ്പൊക്കം ഉണ്ടായാലും ദൈവത്തിന്റെ ആർക്കിനകത്ത് കയറിയവൻ എന്തില്ല? സുരക്ഷിതത്വത്തിന് പ്രശ്നമില്ല, കുഴപ്പമില്ല. നോഹ ആർക്കിനകത്താണെങ്കിൽ എന്തില്ല? വെള്ളപ്പൊക്കം അവനെ ബാധിക്കുന്നില്ല. പുറത്ത് വെള്ളമാണ്, പുറത്ത് ദൈവത്തിന്റെ ന്യായവിധിയാണ്. ഓക്കെ, പുറത്ത് പിശാചിന്റെ ന്യായവിധി എന്നൊന്നും പറയണ്ട, ദൈവത്തിന്റെ ന്യായവിധിയാണ്. പക്ഷേ പെട്ടകത്തിനകത്താണ് നമ്മളെങ്കിൽ എന്തില്ല? ഒരു ആയുധവും നിനക്കെതിരെ ഫലിക്കയില്ല, ഒന്നും നിങ്ങൾക്ക് സംഭവിക്കത്തില്ല. പെട്ടകത്തിനകത്താണോ എന്നുള്ളത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. എന്നാൽ ഈ പെട്ടകത്തിനകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ അതിന് ദ്വാരമിട്ട് കൊടുത്താലോ? ദ്വാരമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ വെള്ളം ഇതിനകത്ത് കയറും. അപ്പോൾ പല സമയത്തും വിശ്വാസികൾ പിശാചിന്റെ ഇൻഫ്ലുവൻസിൽപ്പെട്ടു, ബന്ധിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയാമോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ദൈവം നമ്മളെ സംരക്ഷിക്കാത്തത് കൊണ്ടല്ല, നമ്മുടെ അനുസരണക്കേടിന്റെയും കൽപ്പനാലംഘനത്തിന്റെയും സ്വാർത്ഥമോഹങ്ങളുടെയും ഒക്കെ ദ്വാരമിട്ട് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ദ്വാരമിട്ടത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ വെള്ളം ഇങ്ങനെ ഇരച്ച് കയറുന്നതാണ്. എന്താ അതിനുള്ള റിമഡി എന്ന് പറഞ്ഞാൽ, അതിന്റെ റിമഡി ദ്വാരമടയ്ക്കുക എന്നുള്ളതാണ്. അതാണ് വാസ്തവത്തിൽ എന്ത് പ്രാർത്ഥനയിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇട്ടുകൊടുത്ത, അല്ലാതെ പിശാചിട്ടതല്ല, ആരാ? നമ്മൾ ഇട്ടുകൊടുത്ത ദ്വാരം അടയ്ക്കാൻ പറ്റണം. നമ്മുടെ അനുസരണക്കേട്, കൽപ്പനാലംഘനം, ഇതിനെ നമ്മൾ ദ്വാരം അടയ്ക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥന വിള്ളലുകളെ അടയ്ക്കുവാൻ വേണ്ടിയുള്ളതാണ്. വിള്ളലുകൾ അടയുമ്പോൾ സാത്താൻ പുറത്താകുന്നു. പക്ഷെ സാത്താൻ പുറത്തായാലും അകത്ത് കയറിയ കുറച്ച് വെള്ളം കാണും. അത് നമ്മൾ എന്ത് ചെയ്യണം? അത് അനുതാപത്തിന്റെ കോരിക കൊണ്ട് കോരി പുറത്ത് കളയണം. പലപ്പോഴും ഉള്ളത് ദ്വാരം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഓൾറെഡി അകത്ത് കയറിയ സാധനം നമ്മൾ എന്ത് ചെയ്യത്തില്ല? പുറത്ത് കളയത്തില്ല. അനുതാപത്തിന്റെ നമ്മളുടെ ഭാഗത്ത് പറ്റിയ പൂർണ്ണമായിട്ടും അതിനെ തേകിക്കളയുക അനുതാപത്തിന്റെ കോരിക കൊണ്ട് എന്ന് പറയുകയല്ല, എന്ന് തന്നെയല്ല, അനുസരണത്തിന്റെ തോർത്തുകൊണ്ട് ലോകത്തിന്റെ എല്ലാ നനവുകളെയും നമ്മൾ ഒപ്പിയെടുത്ത് അത് ക്ലിയർ ചെയ്യണം.
അനുതാപവും അനുസരണവും. പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനുള്ള മാർഗമാണ് എന്ത്? അനുതാപവും അനുസരണവും. അവിടെയാണ് സാത്താൻ പൂർണ്ണമായിട്ടും പുറത്താകുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകുന്നത്. ടോട്ടലി അവിടെയാണ് വാസ്തവത്തിൽ സ്പിരിച്വൽ വാർഫെയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാത്താനെ പുറത്താക്കുക എന്നുള്ളതാണ്. അവനെ ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലോക്ക് ചെയ്യുക, ഇല്ലേ? അവനെ ബ്ലോക്ക് ചെയ്യുക. അവൻ അകത്ത് കടക്കാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബ്ലോക്ക് ചെയ്യണം. ഒന്ന്, അവനോട് പോരാടാനായിട്ട് പുറത്തു പോകണം. പക്ഷെ അവൻ നമ്മുടെ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ നമ്മളവനെ തടഞ്ഞു നിർത്തുന്നതായ ഒരു സ്റ്റേജ്. എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-12 വാക്യങ്ങളും കൂടെ വായിച്ചിട്ട് നമ്മുടെ ഈ സെഷൻ പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. എഫെസ്യ ലേഖനം കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവി പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളു. നോക്കുക, പിശാചിന്റെ ശക്തിയോട് എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. എന്ത്? തന്ത്രങ്ങളോട്. പിശാച് ശക്തിമാനാണ് എന്നുള്ളതല്ല പേടിക്കേണ്ട കാര്യം, തന്ത്രശാലിയാണെന്നുള്ളതാണ് കാര്യം. അവൻ ശക്തിയുള്ളവനാണെങ്കിൽ അതിനപ്പുറത്തെ ശക്തിയുള്ളവനല്ലേ നമ്മുടെ കൂടെ ഉള്ളത്, ഇല്ലേ? നമ്മുടെ കൂടെയുള്ള കർത്താവിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിശാച് എന്താണ്? ഒരു ചതഞ്ഞറിഞ്ഞ് അവന്റെ തലയെ തകർത്തിരിക്കുകയാണ്. തല ചതഞ്ഞ ഒരു പാമ്പ് വാലിട്ടടിക്കും എന്നുള്ളതല്ലാതെ, എന്നാലും അവൻ പാമ്പിന്റെ എല്ലാ പരിപാടികളും കാണിക്കും. പക്ഷേ അവന്റെ തല ചതഞ്ഞതാണ്. ഹീ ഈസ് എ ഡിഫീറ്റഡ് എനിമി, അതിന് യാതൊരു സംശയമില്ല. പക്ഷെ അവന്റെ തന്ത്രങ്ങളെ നമ്മൾ മറക്കരുത്. അവൻ തന്ത്രപൂർവം കാര്യങ്ങളെ ഉപയോഗിക്കും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. വായിക്കാം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വ്യക്തികളോടല്ല, നമ്മുടെ ചുറ്റുമുള്ള ആളുകളോടല്ല, ലോകക്കാരെന്ന് നമ്മൾ വിളിക്കുന്ന ആളുകളോടൊന്നുമല്ല. നമുക്ക് പോരാട്ടമുള്ളത് ട്രക്ക് ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവറോടാണ്. ഈ ലോകത്തെ നമ്മുടെ ചുറ്റുമുള്ളവരെ നിയന്ത്രിക്കുന്നതായ ശക്തികളോടാണ്. നമുക്ക് പോരാട്ടമുള്ളത് അമ്മായിയമ്മയോടല്ല, നമുക്ക് പോരാട്ടമുള്ളത് മരുമക്കളോടല്ല, അമ്മായിയമ്മ പോരിന്റെ ആത്മാവിനോടാണ്. അല്ലെങ്കിൽ മരുമക്കളുടെ ഇതിന്റെ ആയുധങ്ങളോടാണ്. നമ്മൾ പലപ്പോഴും എന്താണ് പോരാടുന്നത്? അമ്മായിയമ്മയോടാണ്, അല്ലെങ്കിൽ അയലോക്കക്കാരോടാണ്, അല്ലെങ്കിൽ നമ്മുടെ മേധാവികളോടാണ്. പക്ഷെ വാസ്തവത്തിൽ പോരാട്ടം ആവശ്യമുള്ളത് ആരോടാണ്? അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വാഴ്ചകളോടും അധികാരങ്ങളോടും, അവരെ വാഴുന്ന, അവരുടെ മേൽ അധികാരം സ്ഥാപിച്ചിരിക്കുന്ന അതിനോടാണ് നമുക്ക് പോരാട്ടം ഉണ്ടാകേണ്ടത്. ആ പോരാട്ടം ഉണ്ടാകുമ്പോഴുള്ള പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ വിടുവിക്കാൻ വേണ്ടിയാണ്, അവരെ മാറ്റാൻ വേണ്ടിയാണ്. ഒരു ഡോക്ടർ എന്തിനാണ് ഒരു പേഷ്യന്റിന്, സപ്പോസ് ഒരു രോഗിക്ക് അത് മനസ്സിലായില്ലെങ്കിൽ പോലും, രോഗിക്ക് അത് അറിയാൻ വയ്യായെങ്കിൽ പോലും, ഒരു ഡോക്ടർ സർജറി നടത്തുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോഗിക്ക് എന്തോരം ദേഷ്യം വരണം എന്ന് വെച്ചാൽ അയാൾ എന്ത് ചെയ്യുന്നത്? അയാൾ നമ്മളെ കീറി മുറിക്കല്ലേ. പക്ഷെ എന്തിനാണ് ഡോക്ടർ കത്തിയെടുത്ത് കീറി മുറിക്കുന്നത്? അയാൾക്ക് ദേഷ്യം വന്നിട്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണോ? അല്ല, അയാൾ കീറി മുറിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ രോഗി രക്ഷപ്പെടാനുള്ള ആഗ്രഹത്തിനും അതിനോടുള്ള സ്നേഹത്തിനുമാണ്, അല്ലേ? സ്നേഹത്തിനുമാണ്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഒരു വ്യക്തിയോട് നമുക്ക് പകയുള്ളത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ പകയോടെയാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലേ? പ്രാർത്ഥനയിലൊക്കെ പലപ്പോഴും പറ്റുന്ന പ്രശ്നം അതാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല. നമുക്കെതിരെ പോരാടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ പോരാട്ടത്തോടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എതിർക്കുന്നത്. അത് എതിർക്കുമ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്യം എന്താണ്? ആ വ്യക്തിയെ അയാളുടെ ഈ അടിമത്തത്തിൽ നിന്നും വാഴ്ചയിൽ നിന്നും അധികാരത്തിൽ നിന്നും വിടുവിക്കുക എന്നുള്ളതാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിന്റെ ദുഷ്ടാത്മ സേനയോടും. ഒരു വലിയ സേന. എങ്ങനെയും ഈ ലോകത്തിന്റെ ലോയൽറ്റി പിശാചിനോട് പിടിച്ചെടുക്കുവാൻ വേണ്ടി പിശാച് പറഞ്ഞു വിട്ടിരിക്കുന്ന വലിയൊരു സേന. ആ ദുഷ്ടാത്മ സേനയോടാണ് നമുക്ക് എന്തുള്ളത്? പോരാട്ടമുള്ളത്. ദുഷ്ടാത്മ സേന എന്ന് പറയുമ്പോഴത്തേക്ക് ആകാശത്തോട് ഒഴുകി നടക്കുന്ന ആത്മാക്കൾ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ഈ പറയുന്നത്. ഒരു പവർ, ദ പവർ ദാറ്റ് ഇസ് ബിഹൈൻഡ് ദ ഡാർക്ക്നെസ്, ഈ അന്ധകാരത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി, ആ പവർ, ആ അധികാരം, അതിനോടാണ് നമ്മൾ പോരാടുന്നത്. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും
സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുകയും. നോക്കുക, ദൈവത്തിന്റെ ഇതിനെതിരായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? നമ്മൾ ഈ ദുർദിവസത്തിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. ഓക്കെ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. നോക്കുക, ഇവിടെ ഈ ഭാഗം വായിക്കുമ്പോഴത്തേക്ക് ഇന്ന് ഈ സ്പിരിച്വൽ വാർഫെയർ കളിക്കുന്ന ആളുകൾ പറയുന്ന എന്തെങ്കിലും കാര്യമാണോ ദൈവത്തിന്റെ ആയുധവർഗമായിട്ടിവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വലിയ ആത്മീയ പോരാട്ടമൊക്കെ നടത്തുന്ന ഒത്തിരി ആളുകളുണ്ടല്ലോ ഇവിടെ എല്ലാവരും. നമ്മൾ ഒത്തിരി പേരെയൊക്കെ കണ്ടിട്ടുണ്ട്. എന്താണ് സ്പിരിച്വൽ വാർഫെയർ? ഇന്നത്തെ ഏറ്റവും വലിയ ഇതാണ്. ആരോട് ചോദിച്ചാലും പറയുന്നത് സ്പിരിച്വൽ വാർഫെയർ. സ്പിരിച്വൽ വാർഫെയറിലെ ആയുധങ്ങളിൽ ആദ്യത്തെ ആയുധം എന്താണ്? വായിച്ചു നോക്കിയേ. സത്യം. അത് കണി കാണാനില്ലാത്ത രീതിയിലാണ്. അവരുടെ നോട്ടീസ് പോലും കള്ളമാണല്ലോ. സ്പിരിച്വൽ വാർഫെയറിന്റെ നോട്ടീസ് അടിക്കുന്ന നോട്ടീസ് പോലും കള്ളമാണ് പറയുന്നത്, ഇല്ലേ? ആത്മീക ആയുധങ്ങളായിട്ട് അവിടെ പറയുന്നത് എന്തൊക്കെയാണ്? ഒന്നാമത് എന്താ പറയുന്നത്? സത്യം, നീതി, സമാധാന സുവിശേഷം. എന്താണ്? സത്യം എന്ന അരയ്ക്ക് കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെ കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. നോക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സ്പിരിച്വൽ വാർഫെയറിന്റെ എംഫസിസിൽ ഇല്ലാത്ത കാര്യങ്ങളായിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പറയുന്ന സ്പിരിച്വൽ വാർഫെയറിന്റെ എംഫസിസില് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചിലരെങ്കിലുമൊക്കെ ഈ ആളുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. ഇതിനകത്ത് എത്ര കാര്യം ഇവർ എംഫസൈസ് ചെയ്തിട്ടുണ്ട് ഈ സ്പിരിച്വൽ വാർഫെയറിന്റെ കാര്യത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവവചനത്തിൽ ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് ആത്മീക പോരാട്ടം എന്ന് പറയുന്നത്. ആത്മീക പോരാട്ടം നമ്മൾ എന്താണ്? നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുകയും ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. പിന്നെ പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ആത്യന്തികമായി സകല പ്രാർത്ഥനയാലും യാചനയാലും. അത് ശരിക്കും അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റ് നമ്മൾ വായിച്ചു നോക്കുമ്പോഴത്തേക്ക് സകല പ്രാർത്ഥന എങ്ങനെ ഒറ്റയടിക്ക് പറയും? സകല പ്രാർത്ഥനയാലും സകല യാചനയാലും. അവിടെ എല്ലാത്തിനും കൂടെ സകലം ചേർക്കണം. സകല പ്രാർത്ഥനയാലും സകല യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി എപ്പോഴും ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. നോക്ക്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എത്ര ക്ലിയർ ആയിട്ട് അവിടെ കഴിക്കുന്നു. ഇതെല്ലാം ഉണ്ടെങ്കിലും അതിന്റെ ഏറ്റവും ആത്യന്തികമായി ഇതെല്ലാം ഫലവത്താക്കുന്ന എന്താണ്? പ്രാർത്ഥന. ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. ബാക്കിയെല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിനും വാല്യൂ കൊടുക്കുന്നത് എന്താണ്? അവസാനം വന്ന ഈ കാര്യമാണ്. നമ്മളൊരു 5 പൂജ്യം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അവസാനത്തെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ 0 0 കിടക്കും. പക്ഷേ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് അതിന്റെ ഇടതുവശത്ത് ഒരു 1 ഇടുന്ന പോലെയാണ്. ഈ 1 ഇടുമ്പോഴാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും വാല്യൂ ഉണ്ടാകുന്നത്. അവിടെയാണ് ആത്മാവിലുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. എത്ര ശക്തമായിട്ട് നമുക്കത് ആവശ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ നിന്നയോളം തൻ ഭുജത്താൽ